മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ സായങ്കാലം പലർക്കും വേദനാജനകമായ അനുഭവമാണുള്ളത്. കാരണം മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾക്ക് ഭാരമായി തോന്നുന്ന അനുഭവം അത് നേറി വരികയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മാതാപിതാക്കന്മാരെ അവർ തങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ഒരിക്കലും മറക്കാനാവാത്ത വിധം അവരെ സ്നേഹത്തോടെ സ്വന്തം ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുന്ന മക്കളുള്ള നല്ല കുടുംബങ്ങളുമുണ്ട്. അതുപോലെ ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ ആണ് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണുവാനുള്ളത്. താമരശ്ശേരി രൂപതയിലെ കല്ലാനോട് സെന്റ് മേരീസ് പള്ളി ഇടവകയിൽപ്പെട്ട എളംപ്ലാശ്ശേരി കുടുംബമാണ്. അവിടെ രണ്ട് മാതാപിതാക്കൾ 87 വയസ്സുള്ള ചാക്കോ ചേട്ടനും 74 വയസ്സുള്ള മേരിച്ചേടത്തി രണ്ടുപേരും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇന്ന് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ദൈവം അവർക്ക് നൽകിയ 3 മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി നല്ലവരായി വലിയവരായി വളർത്തി. ആ 3 മക്കളും ഇന്ന് സ്നേഹത്തോടെ ആ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് എളംപ്ലാശ്ശേരി AJ ചാക്കോ മേരി ദമ്പതികളുടെ ഭവനം. കോഴിക്കോട് ജില്ലയിലെ കല്ലാനോടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് മേരീസ് ചർച്ച് കല്ലാനോടാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് AJ ചാക്കോ മേരി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. എൻ്റെ പേര് ബൈജു, ഭാര്യ സ്മിത. 2 മക്കളാണ്. മൂത്തയാൾ ജിസ്, രണ്ടാമത്തെ ആൾ ജിയ. മൂത്തയാൾ UK രണ്ടാമത്തെ മോള് SSBയുടെ കോച്ചിങ് ക്യാമ്പ് ചെയ്യുന്നു. അപ്പച്ചനും അമ്മയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടായിരിക്കുന്നത്. ചെറുപ്പം മുതൽ കൃഷി രീതിയിലൂടെയാണ് കയറി വന്നിരിക്കുന്നത്. ചെറുപ്പകാലം മുതലേ കാർഷിക മേഖല എങ്ങനെയാണെന്നും കൃഷി രീതി അപ്പച്ചൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കൃഷി രീതികളുമായിട്ട് എങ്ങനെ നടക്കും അതെല്ലാം പറഞ്ഞു പെറുക്കി തന്നുകൊണ്ട് ഏറ്റവും വലിയ ഇത് കണ്ടിരിക്കുന്നത് ഞങ്ങൾ. അതും ഞാനും തുടർന്നുകൊണ്ട് ഞങ്ങൾ 3 പേരും ആ കൃഷി രീതി തന്നെയാണ് തുടർന്ന് ഒരു വർഷം സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും
ഓരോ സംശയം ഉണ്ടെങ്കിൽ അപ്പച്ചൻ്റെ അടുത്ത് ഇന്നും വന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ച് പെറുക്കിയിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് പെറുക്കി ഞങ്ങളെ ഈ നിലയിൽ ആക്കിയത് കൃഷി രീതി തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് ഇന്നും ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ആയിട്ട്, കുടുംബ പ്രാർത്ഥനയെല്ലാം ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പച്ചൻ്റെ അടുത്തും എല്ലാ ദിവസവും വരികയും പെറുക്കുകയും അമ്മയാണേലും ഒത്തിരി കഷ്ടപ്പെട്ട് ആണ് ഞങ്ങളെ ഈ നിലയിൽ ആക്കി കൊണ്ടുവന്നത്. പിന്നെ ഇപ്പം പ്രായാധിക്യത്തെ കൊണ്ട് നടക്കാനും പെറുക്കാനും ഉള്ള ബുദ്ധിമുട്ട്, പോയി സ്ഥലങ്ങൾ കാണാനും പെറുക്കാനും 27 വേറൊരു സ്ഥലമുണ്ട്. ഒത്തിരി രാവിലെ മുതൽ അവിടെ പോയിട്ട് കഷ്ടപ്പെടുകയും പെറുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പം ഞാനും അനിയനുമാണ് അത് പോയി കാണുന്നത്. ഇടയ്ക്ക് അപ്പച്ചനെ ആ സ്ഥലം വണ്ടിക്ക് കൊണ്ടുപോകും, കാണാനും പെറുക്കാനൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും പെറുക്കുകയും ചെയ്യും. ഞാൻ നെല്ലിപ്പൊയിൽ ഇടവക ഇന്ന് എന്നെ 27 വർഷം മുമ്പ് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്. അന്നു മുതൽ ഇവിടെ അപ്പച്ചൻ്റെ അമ്മയുടെയും കൂട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ തൊട്ടടുത്തോട്ട് വേറെ പോയത്. അപ്പച്ചൻ്റെ അമ്മയുടെയും ഒരു മാതൃകയും സ്നേഹവും ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. മക്കളും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നു. അമ്മയും അപ്പച്ചനാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും. ഒരു മരുമോൾ എന്നുള്ള രീതിയിലല്ല, മകളായി തന്നെ ഞങ്ങൾ മൂന്നിനെ അമ്മയും അപ്പച്ചനും അങ്ങനെയാണ് കണക്കാക്കുന്നത്. അങ്ങനെ സ്നേഹത്തോട് തന്നെ അവരുടെ സ്നേഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയും തുണയും എല്ലാം. പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ആണേലും അതിനുള്ളൊരു ശക്തി ഇവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നു. എൻ്റെ പേര് ബിജോയി. ഞാൻ ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മകനാണ്. ഞാൻ കൃഷിയിലൂടെ തന്നെയാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. എൻ്റെ മാതാപിതാക്കൾ കാണിച്ചു തന്ന അതേ മാർഗ്ഗത്തിൽ തന്നെ കുറച്ച് നാൾ ഗൾഫിലുണ്ടായിരുന്നു. തിരികെ വന്ന് വീണ്ടും കൃഷിയിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തോട്ടുമുക്കം ഇടവകയിൽ നിന്നാണ്. വീട്ടുപേര് മുണ്ടാട്ടിൽ, പേര് സിന്ധു. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ആദ്യത്തെ 2 പേര് ഇരട്ടകളാണ്. അതിൽ ഒരാൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു, ഒരാൾ നഴ്സിംഗ് പഠിക്കുന്നു. ഏറ്റവും ഇളയയാൾ കൊല്ലത്ത് ബിടെക്കിന് പഠിക്കുന്നു. പിന്നെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ നല്ല ചിട്ടയായുള്ളൊരു ജീവിതമാണ്. കാരണം തുടക്കം മുതലേ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും തന്നെ പങ്കെടുക്കുമായിരുന്നു. കൃഷിയാണെങ്കിലും എല്ലാ കാര്യത്തിലും മാതാപിതാക്കളോടൊപ്പം തന്നെ ഞങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ചെറിയ കാലം മുതൽ തന്നെ കൃഷിയിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. പിന്നെ അതുകൊണ്ട് ഞാൻ ഗൾഫിൽ പോയി വന്നിട്ടും എനിക്കും പിന്നീട് മറ്റൊന്നിനേക്കാളും ചിന്തിക്കാൻ പറ്റിയില്ല. എനിക്ക് കൃഷിയിലേക്ക് തന്നെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. അതുകൊണ്ട് അതേ ഫീൽഡിലേക്ക് തന്നെയാണ് ഞാനും ഇറങ്ങിയത്. പിന്നെ മാതാപിതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ചിട്ടയായിട്ടാണ് ഞങ്ങളെ വളർത്തിയത്, വളരെ സ്ട്രിക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇതിൽ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. 24 വർഷമായി ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട്. അന്ന് മുതലേ എല്ലാവരും നല്ല സ്നേഹത്തിലും ഐക്യത്തിലും തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു. എന്നാലും ഇവിടെ വന്നപ്പോൾ ആ നഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നന്നായിട്ട് ചെയ്തു തന്നിരുന്നു. പിന്നെ കുറച്ച് നാൾ ഞാൻ പുറത്തായിരുന്ന കാലത്തെല്ലാം ഇവിടെ ഞങ്ങൾ വേറെ താമസിക്കുന്ന ആ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മക്കളെല്ലാം അമ്മ നോക്കി തരുകയും എല്ലാം ചെയ്തു. അപ്പച്ചനാണെങ്കിലും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. കൃഷി കാര്യങ്ങളെല്ലാം നന്നായി ചെയ്തിരുന്നു. നല്ലൊരു അപ്പച്ചനും അമ്മച്ചിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ സഹോദരങ്ങളാണെങ്കിലും പരസ്പരം സ്വന്തം ആങ്ങളമാരെ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും പറയാനും എല്ലാം പറ്റിയ നല്ല ചേട്ടനും അനിയനും ചേട്ടത്തിയും അനിയത്തിയും എല്ലാവരും ആണെങ്കിലും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞു പോകുന്നു. എൻ്റെ പേര് ബ്രിജേഷ്. വൈഫിൻ്റെ പേര് സൂസന്. എനിക്ക് 4 ആൺമക്കൾ. മൂത്തവൻ ബെനഡിറ്റ്, രണ്ടാമത്തവൻ ബെഞ്ചമിൻ, മൂന്നാമത്തവൻ ബെർണാഡ്, നാലാമത്തവൻ ബേസിൽ. മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1943 ആദ്യ കാലത്ത് ഇവിടെ കുടിയേറി വന്നവരാണ്. അപ്പച്ചനാകെ 5 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൂടെ വളർന്നു വന്നാണ്. അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങളെ നന്നായിട്ട് കഷ്ടപ്പാടിനിടയിൽ നന്നായിട്ട് വളർത്തി. അതുപോലെ നന്നായിട്ട് കൃഷി രീതികൾ വിശ്വാസ ജീവിതത്തിൽ നന്നായിട്ട് വളർത്തി.
പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പച്ചനാണെങ്കിൽ ഒരുപാട് പാവങ്ങളോട് ഒരുപാട് കരുണയൊക്കെ കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരുപാട് കുറച്ച് ആൾക്കാരെയൊക്കെ നിർത്തി താമസിപ്പിച്ച് പഠിപ്പിച്ചിട്ടൊക്കെ അവരെ നല്ല നിലയിലൊക്കെ ആക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്കൂളിൽ അന്നത്തെ കാലത്ത് ഭക്ഷണം കാര്യങ്ങൾ ഇല്ലാണ്ട് വരുന്ന പിള്ളേരെയൊക്കെ ഉച്ചയ്ക്ക് വീട്ടുകളിൽ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ നന്നായിട്ട് വളർത്തി. അതുപോലെ നല്ല അവരുടെ അധ്വാനങ്ങളും കഷ്ടപ്പാടും കൃഷിരീതികളും ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് ഞങ്ങൾ മക്കളിലോട്ടും പകർന്നു കൊടുക്കുന്നു. അവരും ഞങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വിശ്വാസ ജീവിതത്തിൽ വളർത്തുന്നതിന് കൂടുതൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ അവർക്ക് ലേശം എന്താ പറയുക, ഒരു ചെറിയ അപ്പച്ചനെ ഒരു സ്ട്രോക്കൊക്കെ വന്ന് ലേശം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ 2 മുട്ടും മുട്ട് തേയ്മാനമാണ്, വേദനയാണ്, നടക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം അവർ പള്ളിയിൽ പോകാൻ സാധിക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾ അവർ തയ്യാറാകുന്ന സമയത്ത് പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പച്ചനാണെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റാത്ത സമയത്ത് അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്ന് കുമ്പസാരവും കുർബാനയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. അപ്പച്ചനും അമ്മയും ഞങ്ങളുടെ കൂടെയുണ്ട്. മൂത്ത ചേട്ടൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ഇടവകക്കാർ തന്നെയാണ്. രണ്ടാമത്തെ ചേട്ടനും അധികം ദൂരെ അല്ലാതെ താമസിക്കുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത്. ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ കൂടാറുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അപ്പച്ചനും അമ്മേനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ പരിപാലിക്കുന്നത്. കാരണം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിജയശേട്ടൻ പാലക്കാട് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിന് വന്നിറങ്ങുന്ന സമയത്ത് അപ്പച്ചൻ എന്നെ രാത്രി 7:30 ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ വരുന്ന സമയത്ത് അപ്പച്ചൻ അവിടെ എന്നെ കാത്തു നിൽക്കും. എല്ലാ ദിവസവും അപ്പച്ചൻ എനിക്ക് വേണ്ടി കാത്തു നിൽക്കും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഞാൻ വരുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ അമ്മ കുഞ്ഞുങ്ങളെ കൂട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന 5 മണിക്കാണ്. 5 മണി മുതൽ ജപമാലയിലും ഞാൻ വീട്ടിൽ വന്ന് കയറുന്നവരെ ആ ജപമാല അമ്മ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മയിൽ നിന്ന് എനിക്ക് ഒത്തിരി വ്യക്തികളെ അമ്മ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് അനുഭവമുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് 40 വർഷമായിട്ട് കാലിൻ്റെ മുട്ടിന് വേദനയാണ്. പക്ഷെ ഒരു ദിവസം പോലും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്ത് വരാനായിട്ട് അമ്മ അനുവദിച്ചിട്ടില്ല. എപ്പോഴും അമ്മ അവരുടെ കൂടെ ഉണ്ടാവും. അമ്മയ്ക്ക് തീരെ വയ്യെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് അമ്മ വേറൊരാവശ്യത്തിന് അല്ലെങ്കിൽ സ്വന്തം വയ്യെങ്കിൽ പോലും ഒന്ന് കിടക്കുകയുള്ളൂ. ഞാൻ വന്ന് കയറി കുഞ്ഞുങ്ങളെ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രം. അതുപോലെ തന്നെ ഇവരുടെ പഠനകാര്യങ്ങളെല്ലാം അമ്മയാണ് ചെയ്യുന്നത്. 4 പേരും നന്നായി പഠിക്കും. അമ്മ എല്ലാ വിഷയവും ഞാൻ വരുമ്പോഴത്തേക്കും തന്നെ ഇവരെ പഠിപ്പിച്ചു വയ്ക്കും. 8 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കുരിശ് വരയ്ക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനകളെല്ലാം പഠിപ്പിക്കുന്നത് അമ്മയാണ്. ഇവർ ആദ്യ കുർബാന സ്വീകരണത്തിന് സമയത്ത് വീട്ടിൽ ഞങ്ങൾ കുരിശ് വര കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥന ചെല്ലിപ്പിച്ചായിരുന്നു ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഇവരെ പ്രത്യേകമായിട്ട് ഒരുക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വന്നില്ല. കാരണം അമ്മ ഇവരെ എല്ലാ പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കുന്നത്. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. എൻ്റെ പേര് ബെനഡിക്റ്റ്. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെയും ഇളയ മകൻ്റെ മോനാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പച്ചനെ അമ്മച്ചീനെയും കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ചോക്ക് മേക്കിങ്ങിനൊക്കെ ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ പോകാൻ നേരത്ത് അപ്പച്ചനും അമ്മച്ചിയും ഇരുന്ന് പ്രാർത്ഥിക്കും. അവിടെ നിന്നൊക്കെ സ്ഥാനവും കിട്ടിയിട്ടാണ് തിരിച്ചു തരാറ്. ചെറുപ്പം മുതലേ അമ്മച്ചി ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അപ്പനും അമ്മയും ജോലിക്ക് പോകാൻ നേരത്തൊക്കെ ഞങ്ങളെ അമ്മച്ചിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പച്ചനും അങ്ങനെ തന്നെ. അപ്പച്ചന് ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങാടി പോക്കൊക്കെ കാരണം ഞങ്ങൾ അങ്ങനെ ഒന്നും നോക്കാറില്ല. എന്നാലും അമ്മച്ചി കൂടുതൽ നോക്കാറുണ്ട്. എൻ്റെ പേര് ബെഞ്ചമിൻ ആണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഒരു കളിക്ക് പോയാൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പച്ചനെ കുളിപ്പിക്കാനും ഒക്കെ സഹായിക്കാറുണ്ട്.
അപ്പച്ചന് മരുന്നെടുത്ത് കൊടുക്കാനും അമ്മച്ചി ഞങ്ങളെ പഠിപ്പിക്കുകയും അമ്മ വരുന്നതിന് മുന്നേ പഠിപ്പിച്ച് ഒരുക്കുകയും ചെയ്യും. 8 മണിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുരിശ് വരയ്ക്കുകയും ചെയ്യും. കല്ലാനോട് സെൻറ് മേരീസ് ഇടവകയുടെ വികാരി ഫാദർ ജിനോ ചുണ്ടയിൽ ഇടവക ജനങ്ങളെ അറിയുന്ന ഇടയൻ, ഈ ഇളംപ്ലാശ്ശേരി കുടുംബത്തിൻ്റെ എല്ലാ പൾസും അറിയുന്നവൻ, അവരോട് കൂടെ നിൽക്കുന്നവൻ, അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന നല്ല ഇടയൻ. ആ ഇടയൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഈ ഇടവകയിലെ ഇളംപ്ലാശ്ശേരിൽ ചാക്കോ മേരി ദമ്പതികളുടെ കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ കുടുംബത്തെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമാണുള്ളത്. കാരണം കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും ഈ പ്രദേശത്തെ കഠിനാധ്വാനത്തിലൂടെ സ്വർണം വിളയിക്കുകയും ചെയ്ത കുടുംബാംഗങ്ങളാണ്. കഠിനാധ്വാനത്തിൻ്റെ അവസരത്തിലും മക്കൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാനുണ്ടായിരുന്നത് വിശ്വാസത്തിൻ്റെ നല്ല മൂല്യങ്ങളാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെയും ഇടവകയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെയും നല്ല ഓർമ്മകളാണ് ഈ പ്രദേശത്തുള്ളവർക്കുമുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ മാതാപിതാക്കളോട് കൂടെ ആയിരിക്കുന്ന ഇളയ മകൻ ബ്രിജേഷും 4 മക്കളും. ആ മക്കൾ 3 പേരും അൾത്താരയിലെ ശുശ്രൂഷികളാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അവർ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാക്കോ ചേട്ടൻ്റെയും മേരിച്ചേച്ചിയുടെയും 3 മക്കളും ഇടവകയുടെയും ഈ സമൂഹത്തിലെ പൊതുപ്രവർത്തനങ്ങളുമെല്ലാം സജീവ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തോട് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും വളരെ അടുപ്പവും നല്ല സൗഹൃദവുമാണുള്ളത്. അതുപോലെ വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്ക് ദേവാലയത്തിലേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിലും മാതാപിതാക്കൾക്ക് ആദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന നൽകുന്നതിനും മറ്റ് ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 സഹോദരങ്ങളും ഏറ്റവും സ്നേഹത്തോടെയും ഐക്യത്തോടെയാണ് വളരുന്നത്. അതുതന്നെ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവർക്ക് വളരെ സന്തോഷമാണ്. മക്കളെല്ലാവരും ഒരേ ഐക്യത്തോടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് തന്നെയാണല്ലോ മാതാപിതാക്കളുടെ വലിയ സ്വപ്നവും ആഗ്രഹവും. അത് മാതാപിതാക്കളെ സംബന്ധിച്ച് വാർദ്ധക്യത്തിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് എളംപ്ലാശ്ശേരി കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. മാതാപിതാക്കന്മാര് ദൈവത്തെ പോലെ കരുതി അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ദൈവത്തിൻ്റെ കൽപ്പനയുള്ളതാണ്. അതുകൊണ്ട് മാത്രം ദൈവത്തെ പോലെ മാതാപിതാക്കളെ കരുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് മാറി. ആ പഴയ അനുഭവത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് കുടുംബത്തിൻ്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും ആവശ്യമാണ്. മക്കളെങ്ങനെ പ്രായമായ തങ്ങളുടെ മാതാപിതാക്കളെ കരുതണമെന്ന ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ അഭിമന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത്
വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കള് കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ എളംപ്ലാശ്ശേരി കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്, വിളക്കാണ് ഈ മാതാപിതാക്കൾ രണ്ടുപേരും. 56 വർഷങ്ങൾക്ക് മുമ്പ് അവർ കരം പിടിച്ച് ഒരുമിച്ച് ജീവിതം ആരംഭിച്ചതാണ്. അന്ന് മുതൽ കഷ്ടപ്പാടുകളുടെ ജീവിതമായിരുന്നു. പ്രകൃതിയോടും കാലാവസ്ഥയോടും മൃഗങ്ങളോടും മല്ലടിച്ച് ഈ മലബാറിൻ്റെ കുടിയേറ്റ മേഖലയിൽ കഷ്ടപ്പാടുകളിലൂടെ തന്നെയാണ് നീങ്ങിയത്. അവിടെ ദൈവം നൽകിയ 3 ആൺമക്കളെയും നല്ലവരായി വളർത്തി, വലിയവരായി വളർത്തി. ആ മക്കളോടുള്ള കരുണയും സ്നേഹവും വാക്കിൽ ഒതുങ്ങിയില്ല, പ്രവൃത്തിയിലായിരുന്നു. ആ മക്കളെ നല്ല രീതിയിൽ വളർത്തി ഒത്തിരി കഷ്ടപ്പാടിലൂടെ. കർഷക കുടുംബമാണ്, സാധാ കുടുംബം. മണ്ണിനെ സ്നേഹിച്ച കർഷകർ. അതുകൊണ്ട് തന്നെ മനുഷ്യപ്പറ്റുമുണ്ട്. മനുഷ്യനോട് കരുണയും കരുതലും കാവലും മനസ്സലിവുമുള്ള മാതാപിതാക്കന്മാർ. പാവപ്പെട്ടവരോട് അങ്ങേയറ്റം കരുണ കാണിക്കാനും ഒരു നേരത്തെ ഭക്ഷണം വിശക്കുന്നവന് കൊടുക്കാനും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഠിക്കാൻ സഹായവും ചെയ്തു കൊടുത്തതിൻ്റെ 100 ഇരട്ടി നന്മയാണ് ഈ മാതാപിതാക്കളുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് ദൈവം ഇടയാക്കിയത്. കൊടുത്താൽ 100 ഇരട്ടി പ്രതിഫലം കൊടുക്കുന്നവനാണ് ദൈവം. ഈ പേരക്കുട്ടികൾക്ക് വരെ ഹൃദയത്തിൽ മായാതെ മങ്ങാതെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഈ നല്ല മാതാപിതാക്കൾ, അവർക്ക് ഈ മാതാപിതാക്കൾ വലിയ പ്രചോദനമാണ്, മാതൃകയാണ്. ആ മാതാപിതാക്കൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സന്തോഷമുള്ള പറുദീസായ്ക്ക് തുല്യമായ ഒരു ഭവനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.